2025 ആറ്റുകാൽ പൊങ്കാല അങ്ങനെ കഴിഞ്ഞു. ഞങ്ങളും പൊങ്കാലയൊക്കെ ഇട്ട് കേട്ടോ. പക്ഷെ പൊങ്കാലയുടെ ഫുൾ ബ്ലോഗൊന്നും ഇല്ല. പൊങ്കാലയ്ക്ക് ദേവിക്ക് അർപ്പിക്കുന്ന മെയിൻ ചില ഐറ്റംസിന്റെ റെസിപ്പി വീഡിയോ ആണ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും പൊങ്കാല കഴിഞ്ഞിട്ടാണോ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുന്നത്. സത്യം പറയാലോ, പൊങ്കാലയ്ക്ക് മുന്നേ ഇത് വീട്ടിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ പൊങ്കാലയ്ക്ക് ഉണ്ടാക്കുന്ന ടേസ്റ്റ് ഒന്നും കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു പൊങ്കാല കഴിഞ്ഞിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാം, അടുത്ത വർഷമായാലും ഉപകാരപ്പെടുമല്ലോ. അപ്പോൾ ഇത് ആദ്യം ഉണ്ടാക്കുന്ന മണ്ടപ്പുറ്റാണ് കേട്ടോ. ഓരോ സ്ഥലത്തിന് ഓരോ പേര് പറയും. നമ്മുടെ ട്രിവാൻഡ്രത്ത് മണ്ടപ്പുറ്റ് എന്നാ പറയുന്നത്. അതിനായി വറുത്ത അരിപ്പൊടി, വറുത്ത് പൊടിച്ച ചെറുപയർ, അണ്ടിപ്പരിപ്പ്, മുന്തിരി, ശർക്കര, തേങ്ങ, ഏലക്കാപ്പൊടി, രസകദളിപ്പഴം എന്നിവയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇതിന്റെ ക്വാണ്ടിറ്റി മൊത്തം ഞാൻ കറക്റ്റ് അളവിൽ ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുത്തേക്കാം. അമ്മയാണ് ഇതിന്റെ മെയിൻ ആള്, എനിക്കിത് ഉണ്ടാക്കാനൊന്നും അറിയത്തില്ല. അപ്പം ഇതിലൊക്കെ നെയ്യ് എത്രത്തോളം അധികം നമ്മൾ ആഡ് ചെയ്യുന്നു അത്രത്തോളം ടേസ്റ്റ് ആയിരിക്കും. അതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. നമ്മളിത് മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഇൻഗ്രീഡിയൻസിന്റെ അളവ് കുറഞ്ഞു എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്കത് ആഡ് ചെയ്യാം. അപ്പോൾ നല്ല രീതിയിൽ മിക്സ് ചെയ്യണം കേട്ടോ. നമുക്കിങ്ങനെ ഉരുട്ടാൻ പാകത്തിനുള്ള രീതിയിൽ മിക്സ് ചെയ്യാം. നമുക്ക് ഏത് ഷേപ്പിൽ വേണോ ഉരുട്ടിയെടുക്കാം. ഇപ്പോൾ നീളനെ വേണമെങ്കിൽ ഉരുട്ടാം, അല്ലാതെ ലഡു പോലെയും ഉരുട്ടിയെടുക്കാം. ഉരുട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല ടൈറ്റ് ആയിട്ട് നമ്മൾ ഉരുട്ടണം. ലൂസായിട്ട് ഉരുട്ടി കഴിഞ്ഞാൽ ഇത് പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതെല്ലാം കഴിഞ്ഞ് ഇതേ ഉരുട്ടി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മളത് പൊങ്കാല അടുപ്പിൽ പായസമൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയത്. അപ്പോൾ പൊങ്കാല അടുപ്പിൽ ഇഡ്ഡലി തട്ടിലാണ് ഇത് വെക്കുന്നത്. ഇഡ്ഡലി തട്ടിൽ വെള്ളമൊക്കെ വെച്ച് ഇഡ്ഡലി തട്ടും വെച്ച് അതിൽ തീ നിറച്ച് വെക്കും. കുറച്ച് കഴിയുമ്പോഴത്തേനും നല്ല വെന്ത് വരും. എനിക്ക് തോന്നുന്നു ഒരു 15-20 മിനിറ്റ് എടുത്തും തോന്നുന്നു. ഇപ്പോൾ മണ്ടപ്പുറ്റിന്റെ റെസിപ്പി കഴിഞ്ഞു. ഇനി വന്നിട്ട് നമ്മുടെ തെരളിയാണ് വയണയിലയിൽ വെക്കുന്ന സാധനം. അതിൽ പയർ പൊടി ചേർക്കത്തില്ല, ബാക്കിയെല്ലാം സെയിം ഇൻഗ്രീഡിയൻസ് ആണ്. അരിപ്പൊടി, അണ്ടിപ്പരിപ്പ്, മുന്തിരി, ശർക്കര, ഏലക്കാപ്പൊടി, പഴം, പിന്നെ ആവശ്യത്തിന് നെയ്യ്, ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്യും. മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് ഈ വയണയില ഇങ്ങനെ കോട്ടിയിട്ട് അതിനകത്ത് വെക്കും. അല്ലാതെ വേറെ ഷേപ്പിൽ ഇങ്ങനെ വെച്ചിട്ട് ഉരുട്ടി എടുക്കാറുണ്ട്. അതൊരു മാല പോലെ പച്ച ഇറുക്കലിൽ കുത്തി കോർത്തെടുക്കാറുണ്ട് കേട്ടോ. അങ്ങനെ പല ഷേപ്പിൽ നമുക്ക് ഉണ്ടാക്കാം. പക്ഷേ ഇതിനൊക്കെയാണ് പല പേരുകൾ ഞാൻ പല സ്ഥലത്ത് പറയുന്നത്. നമ്മുടെ നാട്ടിൽ മണ്ടപ്പുറ്റെന്നും തെരളി എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അതും ഇഡ്ഡലി തട്ടിൽ തന്നെ വേറെ രണ്ടാമത്തെ അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. ഈ വയണയിലയിൽ വെച്ച് എടുക്കുന്നതുകൊണ്ട് പ്രത്യേക ഒരു വാസനയും മണവുമാണ്. അപ്പം ദേവിക്ക് ഇഷ്ടപ്പെട്ട നിവേദ്യങ്ങളിൽ ഒന്നാണ് ഇതൊക്കെ എന്നാണ് നമുക്ക് പണ്ട് തൊട്ടേ ഉള്ള അറിവ്. അപ്പം നമ്മൾ ഉണ്ടാക്കിയ ഇതൊക്കെയാണ്. ശർക്കര പായസം ഞാനായിട്ട് ഉണ്ടാക്കിയത്. ശർക്കര പായസം, വെള്ളപ്പൊങ്കാല, മണ്ടപ്പുറ്റ്, പിന്നെന്താ തെരളി, ഇത്രയും നമ്മൾ ഉണ്ടാക്കിയത്. അപ്പോൾ ഈ റെസിപ്പീസ് ഞാൻ ഇപ്പോൾ അപ്ലോഡ് ചെയ്തത് പൊങ്കാല ഇട്ടതിന് ശേഷമാണ്. അടുത്ത പൊങ്കാലയ്ക്ക് നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആവുമെന്നുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇത്രയും ക്വാണ്ടിറ്റി കണ്ടിട്ട് പേടിച്ചിട്ടുണ്ടായിരിക്കും. ഞങ്ങൾക്ക് മാത്രമായിട്ട് ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ടാക്കും. സത്യം പറഞ്ഞാൽ പൊങ്കാല ഇടാൻ പറ്റാത്ത നമ്മുടെ കുറച്ച് വേണ്ടപ്പെട്ടവരും നാട്ടുകാരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ കൊടുക്കാൻ കണക്കിന് ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ടാക്കിയത്. അപ്പോൾ അതുകൊണ്ട് ആരും പേടിക്കൊന്നും വേണ്ട. ഇതാണ് നമ്മൾ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ദേവിക്ക് നമ്മൾ സമർപ്പിച്ച പൊങ്കാല നിവേദ്യം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ദെൻ ബൈ.